മന്ന കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോജി ജേക്കബ് ഫ്രം തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് ഇരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 15-16 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കി വരുവാണെങ്കിൽ ഗൂഗിളിൽ മന്ന കളക്ഷൻസ് ചേരുംകുഴിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കിട്ടും. അതിൽ നോക്കിയാൽ ലൊക്കേഷൻ നോക്കിയാൽ കറക്റ്റ് ഇവിടെ വരും കേട്ടോ. ഇനി ബസ്സിനൊക്കെ വരുന്നെങ്കിൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വരിക. ട്രെയിനിലൊക്കെ പല സ്ഥലത്തുനിന്ന് വരുന്നവരുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വന്നാലും അവിടുന്ന് ഡയറക്റ്റ് ചേരുംകുഴിയിൽ നിന്ന് ബോർഡെഴുതിയ ബസ് ഉണ്ടാവും. അതിൽ മാത്രമേ കയറാവുള്ളൂ കേട്ടോ. നേരെ നമ്മുടെ ഷോപ്പിന് മുന്നിൽ തന്നെ വന്ന് ഇറങ്ങാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമുക്ക് ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയതും. ഇത്രയും നല്ല ഫാബ്രിക്കുകൾ നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം. റേറ്റ് കുറഞ്ഞ്, വളരെ റേറ്റ് മാത്രം കുറഞ്ഞാൽ പോരാ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ക്വാളിറ്റി ഉണ്ടാവണം, അതും കൂടി ഉണ്ടാവണം. ഇത് രണ്ടും കൂടെയാണ് നമുക്ക് ആവശ്യം. ക്വാളിറ്റി ഉണ്ടാവണം, റേറ്റും കുറവുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് ഒത്തുചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് മന്ന കളക്ഷൻ കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരേണ്ടവർക്ക് വരാം, ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 3 ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അത് 3ഉം പുതിയ, ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ. അതപ്പോൾ വീഡിയോ മിസ്സായത് അവസാനം ആരും സ്കിപ്പ് ചെയ്തില്ല ഒന്നും ഇടയ്ക്കൊന്നും പോകരുത്. അവസാനം വരെ ക്ഷമയോടെ കാത്തിരിക്കണം. അടിപൊളി ഫാബ്രിക്സ് ആണ്. ആദ്യം നമ്മൾ കാണിക്കുന്നത് ഏതാണെന്നറിയാമോ? ഫെൻഡി സിൽക്ക്. ഫെൻഡി ക്രഷ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. 135 രൂപ പറയാം. അന്ന് തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഫെൻഡി സിൽക്ക് വരും. ഫെൻഡി സിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി ഫാബ്രിക് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നാം ഇത് എന്താ നമ്മുടെ ഓർഗാൻസ ആണോ, സാറ്റിനാണോ, പിന്നെ വെൽവെറ്റ് ആണോ എന്നൊക്കെ തോന്നി. ഇതൊന്നുമല്ല. അതുപോലെയൊക്കെ നല്ല ഗ്ലേസിങ് ആണ്. ഓർഗാൻസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഫെൻഡി. FENDI ഫെൻഡി സിൽക്ക് കേട്ടോ. ഇതുണ്ടോ, ഇതിൽ 1-2 കളറല്ല കേട്ടോ. നിങ്ങൾ ക്ഷമയുടെ കാത്തിരിക്കണേ. 10-30 കളറുകളാണ് ഇന്ന് നമ്മൾ കാണിക്കണത്. ഈ ഒരു കളർ ഇതിൻ്റെ 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ചുരിദാർ, ടോപ്പ്, ഫ്രോക്ക്, ഇനി സാരിക്കായിട്ടും പറ്റും. കാരണം 44 ഇഞ്ച് വിട്ട് വരുന്നുണ്ട്. സാരിക്ക് മേടിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഇതിൻ്റെ എൻഡ് വരുന്നുണ്ട്, ഈ തേരുഭാഗം ഇങ്ങനെ ഇതേപോലെ ഫുൾ ഇങ്ങനെ നൂല് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് സാരിക്ക് വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ ലേസ് വെക്കുക, അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ സാരിക്ക് വരുമ്പോൾ. ഫ്രോക്കിനൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഗ്ലേസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു വെട്ടിത്തിളക്കമല്ല. നമ്മൾ ഈ ചുളുക്കമൊക്കെ ഇല്ല ആ ഒരു ഭാഗങ്ങളിലാണ്. നമ്മുടെ ജിമ്മിച്ചു ഫാബ്രിക് മേടിച്ചിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതേപോലെ ഉള്ള ഗ്ലേസിങ് ആണ്. എന്നാൽ അതിൽ സോഫ്റ്റ് ആയിട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും, ഒഴുകി കിടക്കും, നല്ല സോഫ്റ്റ് ആയത്. സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മുടെ ഓർഗാൻസ പോലെ, അങ്ങനെ ഓർഗാൻസയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് സ്റ്റിച്ചിങ്ങിൽ. ഇത് നമ്മുടെ ജോർജറ്റ് കിടക്കുന്ന പോലെ കിടക്കും. എന്നാൽ ലൈനിങ് അത്ര ഇതായിട്ട് കാണില്ല കണ്ടോ. എന്നാൽ ലൈനിങ് ആവശ്യമുള്ളൊരു ഫാബ്രിക്കും ആണ് കണ്ടോ. കാര്യമായിട്ട് നെല്ലടിക്കില്ല, എങ്കിലും ലൈനിങ് ആവശ്യമുണ്ട്. ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഈ കളർ വയലറ്റ് കളറാണ്. അപ്പോൾ ഒരു പുതിയൊരു ഫാബ്രിക്കാണ്. നമ്മൾ ഇത്രയും ക്ലിയർ ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തന്നത്. കാരണം എല്ലാ ഫാബ്രിക്കും ഇറങ്ങാൻ വെറുതെ കാണിച്ച് അതിൻ്റെ കളറും വിട്ടും റേറ്റും മാത്രം പറഞ്ഞു പോയാൽ പോരാ. നിങ്ങൾ കറക്റ്റായിട്ട് കാശ് കൊടുത്ത് മേടിക്കുന്നവർ കറക്റ്റ് ഡീറ്റെയിൽ അറിയണം. അതുകൊണ്ടാണ് പുതിയൊരു ഫാബ്രിക് വരുമ്പോൾ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫെൻഡി സിൽക്ക്, ഇതിൽ ക്രഷ് ഇല്ല. ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലേ, 125 രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ. ഇത് പുതിയൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം, നല്ല റേറ്റ് ഉണ്ടാവും. കാരണം അപ്പോൾ ആ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. 125 രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിരിക്കും. അത്ര സെറ്റപ്പാണ് ഈ ഒരു ഫാബ്രിക്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കളർ, ഇതിനകത്ത് കളറുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് കളർ, നമുക്ക് പേര് പറയാൻ പറ്റാത്ത കളറാണ് കേട്ടോ. അപ്പോൾ എല്ലാ കളറും പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ എന്നെ ചീത്ത വിളിച്ചല്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് അയച്ചുതരാം, നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ഇത് വയലറ്റ് ആണ്. എല്ലാത്തിലും ഒരു പ്രത്യേകത, ഒരു ഡബിൾ ഷെയ്ഡ് വരും. ആ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതിൽ ഒരു ചെറിയ ഗ്ലേസിങ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് ഗ്ലേസിങ് ആണ് കേട്ടോ. കണ്ടാ, അറിയാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ? ഇതൊരു വയലറ്റ്, അടുത്തൊരു ഒനിയൻ പിങ്ക്. കണ്ടാ, ഈ മടക്കളൊക്കെ വരുമ്പോൾ അതിൽ വരുന്ന ഗ്ലേസിങ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നേരിട്ട് കാണാൻ ഭയങ്കരമായ ഒരു വെറൈറ്റി, ഒരു ഭയങ്കര വെട്ടിത്തിളങ്ങുന്ന ഒരു ഉദിച്ച ഗ്ലേസിങ്ങും ഇല്ല. ഒനിയൻ പിങ്ക്, ഇതിൻ്റെ പേര് ഫെൻഡി സിൽക്ക് കേട്ടോ. ഫെൻഡി സിൽക്ക് 44 ഇഞ്ച് വിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 125 രൂപ. മറക്കണ്ട. ഒരു റെഡിഷ് പിങ്ക് ആണ് കേട്ടോ. എന്നാൽ ഭയങ്കരമായ റാണി പിങ്ക് അല്ല, അത്ര ഉദിച്ച റാണി പിങ്ക് അല്ല കേട്ടോ.
ഒരു റെഡ് ചെറുതായിട്ട് മിക്സായി വരുന്നൊരു പിങ്ക് ഉണ്ടല്ലോ, സ്റ്റൈൽ കളറുകളാണ് എല്ലാം. ഒരുപാട് കളറുണ്ട് കേട്ടോ, ഞാൻ എല്ലാം പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്ക്രീനിൽ 2 വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ നമ്പറിലേക്ക് ഇത്ര മീറ്റർ എന്നൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ അഡ്രസ്സും അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് നോക്കിയിട്ട് ഇട്ടുതരും. ഗൂഗിൾ പേ നമ്പർ ഗൂഗിൾ പേ ചെയ്യുക. അതിന് ശേഷം ആണ് കൊറിയർ അയക്കണേ. ഇതാ ഒരു പീക്കോക്ക് ഗ്രീൻ കളർ, ഇതൊക്കെ കളറാണ്, വെറൈറ്റി കളറുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇത്ര ഭംഗിയാണ്. ഇവിടെ വരുന്ന ഇന്ന് വന്ന പുതിയ ഫാബ്രിക്കാണ്. ഇവിടെ വന്ന് കണ്ട കസ്റ്റമേഴ്സ് ഏറെക്കുറെ എല്ലാവരും തന്നെ ഇതിൽ നിന്ന് ഒരു പീസെങ്കിലും എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എടുത്തൊരു പരീക്ഷിച്ച് നോക്കിയോ, ധൈര്യമായിട്ട് എടുത്ത് പരീക്ഷിച്ചോ കേട്ടോ. അടിപൊളി ഫാബ്രിക്കാണ്, നല്ല സ്റ്റൈലാണ്. പാർട്ടി വെയറായിട്ടൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്ര റേറ്റ് ഒന്നും വരില്ല. 2.5 മീറ്റർ കൊണ്ട് സാധാ ടോപ്പൊക്കെ അടിക്കാൻ പറ്റും. പീക്കോക്ക് ഗ്രീൻ, അടുത്തത് നേവി ബ്ലൂ. പിന്നെ ഒരു കളറും കൂടി വരുന്നുണ്ട്, നമ്മുടെ ക്യാമറയെ പോലും പിടിക്കാൻ പറ്റാത്തൊരു കളറാണിത്. ദാ ഈ ബ്ലൂ കണ്ടോ, ക്യാമറയിൽ എടുത്തപ്പോൾ നേവി ബ്ലൂ പോലെയൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ നേവി ബ്ലൂ അല്ല, ഒരു വെറൈറ്റി കളറാണ്, ഒരു പൊന്മാൻ്റെ കളറാണ്. പൊന്മാൻ ബ്ലൂ ഉണ്ടല്ലോ, ഈ ഗ്ലേസിങ് കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ക്യാമറയിൽ അത് കറക്റ്റ് കിട്ടുന്നില്ല. വീഡിയോയിൽ നോക്കി ഫോട്ടോ എടുത്ത് നോക്കി ഒന്നും കണ്ട് കിട്ടുന്നില്ല. അതായത് കറക്റ്റ് ഒരു പൊന്മാൻ നീല കളറാണ്. എല്ലാത്തിലും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ 2 വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക്. പറ്റാത്തവർ പേടിക്കണ്ട, ഫോട്ടോസ് അയച്ചിരും. ആ ഫോട്ടോസിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാം മീറ്ററും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അയക്കണം. പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റായിട്ട് അയക്കുക. പേര്, വീട്ടുപേര്, സ്ഥലം, നമ്മുടെ ഡിസ്ട്രിക്ട്, പിൻകോഡ്, കോൺടാക്ട് നമ്പർ മറക്കാണ്ട് കറക്റ്റായിട്ട് അയക്കുക. വിളിച്ചാൽ കിട്ടുന്ന നമ്പറായിരിക്കണം. DTDC ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ 1 കിലോയ്ക്ക് വരുന്നത്. ഇതൊരു ക്രീം കളറാണ് കേട്ടോ, ക്രീം, ഒരു ഓഫ് വൈറ്റ്. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ആണ് 1 കിലോയ്ക്ക് വരുന്നത് 60 രൂപ 1 കിലോ. ഓൾ ഇന്ത്യ അയക്കാം കേട്ടോ. DTDC ആണ് വരുന്നത് ഓൾ കേരള 50 രൂപയാണ് 1 കിലോയ്ക്ക് വരുന്ന റേറ്റ്. ഇതാ ആദ്യം നമ്മളൊരു വയലറ്റ് കാണിച്ചത്, ഇതൊരു വൈൻ കളറാണ് കേട്ടോ. എന്നാൽ ഒരു വയലറ്റ് മിക്സായി വരുന്ന ഒരു വൈൻ കളർ, ആ ഒരു കളറാണ്. പിസ്ത ഗ്രീൻ്റെ 2-3 ഷെയ്ഡ് വരുന്നുണ്ട്. അത് ഞാൻ ഫോട്ടോസിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എടുത്ത് ഒരുമിച്ച് വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കണ്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡാർക്ക് ലൈറ്റ് ചെറിയ വ്യത്യാസമുള്ള ഫോട്ടോയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നൊരു പീച്ച് കളർ. ഇതും ഫോട്ടോയിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഡാർക്ക് ലൈറ്റ് ആണ് വരുന്നത്. ഒക്കെ ഫെൻഡി സിൽക്കാണ് കേട്ടോ. ഫെൻഡി സിൽക്കിൻ്റെ റേറ്റ് വരുന്നത് 125 രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ. ഈ ഒരു 10-30 കളർ കഴിഞ്ഞിട്ട് പിന്നെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ആരും ഇട്ടിട്ട് ദേഷ്യം വന്ന് ഇട്ടിട്ടൊന്നും പോരുത്. പീച്ച് കളറ്. അടുത്ത ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. 44 ഇഞ്ചാണ് വിട്ട്. റേറ്റ് വരുന്നത് 125 രൂപ മാത്രമേ ഉള്ളൂ. ഫെൻഡി സിൽക്ക്. ഇതിൽ വർക്കൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എനിക്കറിയാം എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ലൊരു ചാൻസാണ് ഈ ഒരു പുതിയൊരു ഫാബ്രിക് എടുത്താൽ കേട്ടോ. ഇതാ തീർച്ചയായും ആര് കണ്ടാലും ഇഷ്ടപ്പെടും. നിങ്ങൾ വീഡിയോയിൽ എന്തുമാത്രം നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അടിപൊളി ഫാബ്രിക്കാണ്, ഒന്നും നോക്കണ്ട. ധൈര്യമായിട്ട് എന്തായാലും ഒരു പരീക്ഷിച്ച് നോക്കിയോ. 2.5 മീറ്റർ സ്വന്തമായിട്ടൊരു ടോപ്പൊക്കെ മേടിക്കാനുള്ള എന്തായാലും മേടിച്ച് നോക്കിയോ. അപ്പോൾ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ധൈര്യമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കാണിച്ച് വയലറ്റ് കളർ കാണിച്ചു, ഏകദേശം ആ കളർ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമില്ല. അടുത്തൊരു കോപ്പർ ഷെയ്ഡാണ്. ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ്, ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒനിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഇതൊക്കെ ഫോട്ടോസിൽ ഞാൻ ഏകദേശം ഒരുമിച്ച് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് മാർക്ക് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഇത് അയക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഇത് ഒനിയൻ്റെ ലൈറ്റ് ഡാർക്ക് എന്നുള്ളത്. അതിൻ്റെ അടിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. ഇതാ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ, ഒരു ഒലിവ് ഗ്രീൻ എന്നൊക്കെ ഏകദേശം പറയാൻ പറ്റുന്ന ഒരു കളറ്. അതിൻ്റെ തന്നെ ഒരു ഡാർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒക്കെ വെറൈറ്റി ഷെയ്ഡുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വന്നോളൂ. ഒരുപാട് കളറുണ്ട്. ഇപ്പം നോക്കിയിട്ട് കളറൊക്കെ കറക്റ്റായിട്ട് ഫോണിൽ എന്തായാലും നമുക്കൊരു വേരിയേഷൻ ഉണ്ടാവും. ഈ കളർ കണ്ടോ, ഒരു ഗോൾഡൻ പിന്നെ ഒരു ലാവൻഡറും കൂടെ മിക്സായി വരുന്നത്, 2 ഷെയ്ഡ് വരുന്നത് കണ്ടോ. ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. നിങ്ങൾ എന്തായാലും വേണേൽ ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ഓൺലൈനിൽ അയച്ചു തരാം. പിന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ
ഒന്ന് അറിഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഷോപ്പിൻ്റെ ടൈം വരുന്നത് കാലത്തെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഉള്ളൂ കേട്ടോ. ഇതാ ഒരു വൈൻ റെഡ് ഉണ്ട്, മെറൂണും ഉണ്ട്. അപ്പോൾ അത് മാറിപ്പോണ്ട, ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ, കളറിൻ്റെ പേര് കൂടി. ഇതാ പിന്നെ ഒരു റെഡിഷ് മെറൂണും ഉണ്ട്. ഇതാ ഇത് 3 ഒരുമിച്ച് വെച്ച് ഫോട്ടോ എടുത്തിട്ട് അത് അങ്ങനെ തന്നെ അയച്ചു തരാം. വൈൻ റെഡ്, മെറൂൺ, റെഡിഷ് മെറൂൺ ഒക്കെ ഫെൻഡി സിൽക്കാണ് കേട്ടോ. ഫെൻഡി സിൽക്കിൻ്റെ റേറ്റ് 125 ഉള്ളൂ. വിട്ട് വരുന്നത് 44 ഇഞ്ച്. സാരിക്കൊക്കെ ഞാൻ പറ്റുമെന്ന് പറഞ്ഞു, സാരിക്ക് പറ്റും. പക്ഷേ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ തേര് ഭാഗം ഉണ്ടല്ലോ, അതിൽ ഇതേപോലത്തെ നൂല് വരുന്നു, അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അതിൽ നിങ്ങൾ ലേസ് വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇതായി ക്ലിയർ ആയി കിട്ടും. അതിപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, എൻ്റെയൊക്കെ ഐഡിയ ഉള്ളവരാണെന്ന് എനിക്കറിയാം. അപ്പം പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ക്ലിയർ ആക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വിചാരിക്കരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതാ യെല്ലോയിൽ 2 യെല്ലോ വരുന്നുണ്ട്, നല്ല ഡാർക്ക് യെല്ലോയും വരുന്നുണ്ട്, മസ്റ്റാർഡ് യെല്ലോ വരുന്നുണ്ട്. ഭയങ്കരമായ ഡാർക്കായത് കേട്ടോ. ഇത് കുറച്ച് തെളിഞ്ഞ, ഇത് മാമ്പഴ മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറച്ച് ഡാർക്കാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാമ്പഴ മഞ്ഞയായിട്ട് തോന്നാം, അത് അത്ര ഉദിച്ച മഞ്ഞയല്ല, കുറച്ച് ഡാർക്കാണ്. അതിലും ഡാർക്കാണിത്. ഇത് ഏകദേശം നമ്മുടെ ഒരു ഉലുവയുടെ ഒക്കെ കളറായിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്തത് കളറുകൾ കഴിഞ്ഞിട്ടില്ല. ഫെൻഡി സിൽക്കിൻ്റെ കളർ കഴിഞ്ഞില്ല. ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ഫെൻഡി. അപ്പോൾ ഫെൻഡിയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാ വയലറ്റും ഗോൾഡും ആയിട്ട് വന്നേക്കുന്ന കളർ ഒക്കെ ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ചുരിദാർ ടോപ്പ് കടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. അടിപൊളി ഫാബ്രിക്കാണ്, സ്റ്റിച്ച് ചെയ്യാനൊന്നൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ജോർജറ്റ് കിടക്കുന്ന അതേ ഫ്ലോയിലാണ് കിടക്കുന്നതും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓർഗാൻസ പോലെ അങ്ങനെ പിടിച്ചാൽ കിട്ടാണ്ട് പോകുന്നൊന്നുമില്ല, നല്ല ഇതായിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ഇതാ ഒരു ലൈറ്റ് ഒനിയൻ ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീൻ, ഇതാ ബോട്ടിൽ ഗ്രീൻ തന്നെ ഒരു ഒലിവ് മിക്സായി വരുന്ന ഒരു ഗ്രീൻ കണ്ടാ. ഒക്കെ വെറൈറ്റി കളറുകളാണ് കേട്ടോ. ഫോട്ടോസ് അയച്ചു തരാം. കളർ പറയുന്നതിൽ ചെറിയ വേരിയേഷൻ ഒക്കെ എന്തായാലും ഉണ്ടാവും. ചെറുപയർ ഗ്രീനും ആ ഒരു ഗ്ലേസിംഗ് കൂടെ വന്നപ്പോൾ കണ്ട, ഇതിൻ്റെ ബാക്കിൽ നോക്കി ആ നൂലുകൾ കണ്ട, ചെറുപയർ ഗ്രീൻ. ഈ ഒരു കളറും ആ ഒരു സിൽവർ കളറൂടെയാണ് മിക്സായി വരുന്നത്. ചിലതിൽ സിൽവർ വരും, ചിലതിൽ ഗോൾഡൻ വരും. പിസ്താ ഗ്രീൻ്റെ ഡാർക്ക്, വയലറ്റ്. അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരും, നിങ്ങളത് കണക്കാക്കിക്കോണം കേട്ടോ. അപ്പോൾ ഫെൻഡി സിൽക്കിൻ്റെ ഇത്രയും കളേഴ്സാണുള്ളത്. ഇനി അടുത്ത ഫാബ്രിക് കാണിക്കുന്നത് ഇതിലും അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫെൻഡി സിൽക്കും അടുത്ത് കാണും, കാരണം എന്തോരം കളറുകളാണ്, 10-30 കളറുകളാണ് കാണിച്ചല്ലേ. അപ്പോൾ അതാ ഇനിയും വീണ്ടും വരും. ഇന്ന് കാണിക്കുന്നതൊക്കെ സാരിക്ക് പറ്റാവുന്ന അടിപൊളി ഫാബ്രിക്കുകളാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ സ്പെഷ്യലൊക്കെ വരുന്നുണ്ടോന്ന്. അപ്പോൾ ഞാൻ കുറച്ച് പേർക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞായിരുന്നു, ഉടനെ തന്നെ ഒരു ഐറ്റം വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സാരി ചുരിദാറായിട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. സോറി, ഒരു കളറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫെൻഡിയിൽ. ഇതാ വയലറ്റും ഗോൾഡും കൂടെ വരുന്ന കളർ. ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്തായാലും കാണിച്ചില്ലെങ്കിലും ഫോട്ടോ നിങ്ങൾ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അയച്ചു തരും. ഓക്കെ, അപ്പോൾ സാരി ആയിട്ടും ചുരിദാറായിട്ടും ഫ്രോക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്താൽ വളരെ ഭംഗിയുള്ള ഒരു ഫാബ്രിക്. അതാ ഒരു ഷിഫോണാണ് കേട്ടോ, സോഫ്റ്റ് ഷിഫോണിലാണ് ഇത് വരുന്നത്. നല്ല സോഫ്റ്റാണ്, സാരിയായിട്ടൊക്കെ അടിപൊളി. പിന്നെ ഷോള്, ഇതൊരു കളർ ഷോളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഡയബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും. എല്ലാ ഫാബ്രിക്കും ഡൈ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി ഇപ്പോൾ ചില വൈറ്റ് ഹക്കോബ, ചില വൈറ്റ് ജോർജറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഡൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഡൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കറക്റ്റായിട്ട് ഡയബിൾ ആണെന്ന് പറയും കേട്ടോ. കാരണം ഈ വൈറ്റ് ആണെങ്കിൽ പോലും അത് ഡൈ ചെയ്തിട്ടാണ് വൈറ്റ് ആക്കുന്നത്. ഇത് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ചിട്ട് കളർ വേറെ കളറിലേക്കൊക്കെ മാറ്റണമെങ്കിൽ അത് പറ്റും. ഇതിലൊരു ഗോൾഡൻ ജെറി വർക്ക് ഒരു ലൈൻ വരുന്നുണ്ടോ, വലിയ കുറച്ച് വീതിയുള്ള ലൈൻ, പിന്നെ ചെറിയ ഇടവിട്ട് ലൈൻ. ഇത് ഫോട്ടോസിൽ ക്ലിയർ ആണ്, വീഡിയോയിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കണു. കേട്ടോ, ഇങ്ങനെ നീളത്തിലാണ് വരുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഈ ലൈൻ കാണുമ്പോൾ ആദ്യം ഡൗട്ട് ഇത് എങ്ങനെ നീളത്തിലാണോ വീതിക്കാണോ വരുന്നത്? നീളത്തിലാണ് വരുന്നത്. അപ്പോൾ സാരിക്കൊക്കെ പറ്റും, ഷോളിന് പറ്റും. ഇതാ ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഒഴുകി ഷിഫോണാ നല്ല ചേർന്ന് പറ്റി കിടന്നോളും. ആ ഗ്ലേസിങ് ഉണ്ടോ, ഗോൾഡൻ കളറിലാണ് ഈ ലൈൻ വരുന്നത് കേട്ടോ. സാരിയായിട്ട് പറ്റും. സാരി കൊടുക്കാതിരിക്കും അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് കാണിക്കണേ ഉള്ളൂ. ഇതാ ഇതിനൊക്കെ ഏകദേശം ഒരു ഐഡിയയിലൊക്കെ കാണിക്കാൻ പറ്റും സാരിയുടെയൊക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാറുണ്ട്. ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഞാനൊരു ഐഡിയയിൽ കാണിക്കണം കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പം സാരിക്ക് 44 ഇഞ്ച് വിട്ടാണുള്ളത്. ആ സെയിം വിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 125 രൂപ മാത്രമേ ഉള്ളൂ. ആ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നതിൻ്റെ ഒക്കെ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 125 റേറ്റ്. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് ലാസ്റ്റ് കാണിക്കുന്നത്, അത് ഒരിക്കലും നിങ്ങൾ മിസ്സാകരുത്. കാരണം ഒരു അടിപൊളിയാണ്. ഇതേപോലെ ലൈൻ വരുന്ന ഡബിൾ ഷെയ്ഡ് കളറുകൾ, വെറൈറ്റി കളറുകൾ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ ക്ഷമയോടെ ഒന്നിരിക്കണം. ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഈ ലൈനിൽ ഈ ഒരു ഓഫ് വൈറ്റിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പാണ്, അത് ഡബിൾ ഷെയ്ഡൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ് ആവശ്യമുണ്ട്. അതിൻ്റെ ഇത് പറഞ്ഞിട്ടാ ട്രാൻസ്പെറൻ്റ് ആണ്, ഷിഫോണാണ്, സോഫ്റ്റ് ഷിഫോണിലാണ് വരുന്നത്. ലൈനിങ് ആവശ്യമുള്ളതാണ് കേട്ടോ. വിട്ട് വരുന്നത് 44 ഇഞ്ച്, റേറ്റ് വരുന്നത് 125 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര മീറ്റർ നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് 1 മീറ്റർ മുതൽ എത്ര മീറ്റർ ആയാലും കട്ട് ചെയ്ത് തരും. നമുക്കിത് 1 കിലോയിൽ ഈ ഒരു ഫാബ്രിക്കൊക്കെ ഏകദേശം ഒരു 12 മീറ്ററൊക്കെ പോകുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ആദ്യം കാണിച്ച ഫെൻഡിയൊക്കെ ഏകദേശം 11-12 മീറ്ററൊക്കെ മാക്സിമം പോവുള്ളൂ. അപ്പോൾ നമുക്കത് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തില്ല, ഏകദേശം ഒരു കണക്ക് കൂട്ടി പറഞ്ഞതാണ് കേട്ടോ. ഷിഫോണും അത്രയൊക്കെ തന്നെ പോവുള്ളൂ, 11-12 മീറ്റർ. അപ്പോൾ അത് കണക്കാക്കി കിലോ കണക്കാക്കി നിങ്ങൾ എടുക്കുക. കൂടുതലെടുത്താലും പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ ചിലർ വെയിറ്റ് കണക്കാക്കി എടുക്കാറുണ്ട്, കാരണം കൊറിയർ ചാർജ് കൊടുക്കുമ്പോൾ നഷ്ടം വരാണ്ടിരിക്കുക. ചിലപ്പോൾ 13-14 മീറ്റർ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 2 കിലോയുടെ പൈസ വരും. അപ്പോൾ അത് കണക്കാക്കി നഷ്ടം വരാണ്ട് നിങ്ങൾ എടുക്കണേ. ഇതാ അപ്പോൾ അത് ക്ലിയർ ആയില്ല, അതിൻ്റെ ലൈനും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ഫാബ്രിക്കാണ്, അതിൻ്റെ ലൈനും അതിൻ്റെ ഡിസൈനും ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഏതാ കളർ കാണിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി. 6 എണ്ണം വരുന്നുണ്ട്. ഇതാ എനിക്ക് കയ്യിൽ കിട്ടിയ ഇതൊരു ചാർട്ടിൽ ഇതേപോലെ സെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഇതേപോലെ ഒരു ലൈൻ വരുന്നുണ്ട്, ഒരു സിൽവർ ലൈൻ. നമ്മൾ വൈറ്റ് കാണിച്ചത് ഗോൾഡൻ ആയിരുന്നു. ഇതാണ്ടോ, കുറേ പേര് വിഷുവിൻ്റെ സ്പെഷ്യലൊക്കെ ചോദിച്ചാൽ അവർക്ക് വേണ്ടിയൊക്കെ സ്പെഷ്യലായിട്ട് ആ വൈറ്റ്, ആ ഓഫ് വൈറ്റ് ഒക്കെ വന്നേക്കുന്നത് കേട്ടോ. അതിന് മാത്രമല്ല ഇതിപ്പോൾ ഈസ്റ്റർ, ദുഃഖവെള്ളി എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നോർമലായിട്ട് കല്യാണം, ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്നതാണ് ആ നമ്മളെ കാണിച്ച വൈറ്റ്. അത്ര ഒരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാ അതിലും അടിപൊളി സാധനം കണ്ട. ഇതിൽ ആ ഗ്ലേസിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഒരു ചെറിയവർക്ക് ഒരു സിൽവർ ലൈൻ ഇതിലുണ്ട്, ഫുള്ള് ചെറുതായിട്ട് പോകുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ ഷിഫോൺ ആണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ഡബിൾ ഷെയ്ഡാണ്, ആദ്യം ഡാർക്ക്, പിന്നെ ലൈറ്റ്, ഡാർക്ക്, ലൈറ്റ് അങ്ങനെ വരുന്നത് കണ്ടോ. ഒരു 4-5 ഇതായിട്ട് ഗ്യാപ്പായിട്ട് വരുന്നുണ്ട്. റേറ്റ് 125 രൂപ തന്നെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സാരിക്ക് പറ്റും, ഷോളായിട്ട് പറ്റും കണ്ട. സാരിയോ ഷോളോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ട്, ഇത് തലയിലൊക്കെ കിടന്നാൽ ഒതുങ്ങിയൊക്കെ കിടന്നോളും കേട്ടോ. ഇതങ്ങനെ ഇഴുകി പോകുന്ന ടൈപ്പല്ല, സോഫ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ലൈനും നേരെ താഴേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാരി കൊടുത്തു കഴിഞ്ഞാലൊന്നും വൃത്തികേട് ഉണ്ടാവില്ല, വട്ടത്തിൽ വരില്ല, അതിങ്ങനെ തന്നെ കിടന്നോളും. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആണ് കേട്ടോ ഇത്. ഈ ഒരു ഡബിൾ ഷെയ്ഡ് ഇതേപോലെ വരുന്നത്. ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് വിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു കളറ് ഏകദേശം ഒരു ചെങ്കല്ല് കളറും അതിൻ്റെ നല്ല ഡാർക്കും ഇങ്ങനെ ഇടവിട്ടാണ് വന്നേക്കുന്നത്. ഇതിലൊരു 6 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ലൈനിങ് ആവശ്യമുണ്ടോ, എന്നാൽ സാരി എടുത്തു കഴിഞ്ഞാൽ അത്ര നെല്ലടിക്കാൻ ടൈപ്പൊന്നും അല്ല, കണ്ടല്ലേ. ഇതിൻ്റെ ഒരു ചാർട്ടുണ്ട്, ചാർട്ടിൻ്റെ ഫോട്ടോ അയച്ചു തരാം. ഇത് പുറമെ നമ്മൾ ജസ്റ്റ് നിവർത്തി കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ വിട്ടും അതിൻ്റെ ആ ട്രാൻസ്പെറൻ്റ് എങ്ങനെയാണെന്ന് അറിയാനും ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ലൈനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിവർത്തി കാണിച്ചത്. ഇതാ ഇത്രയും കളേഴ്സാണ് വരുന്നത്. 1, 2, 3, 4, 5, 6 കളർ വരുന്നുണ്ട്. എല്ലാ കളറും ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രമേ നിവർത്തുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ നിവർത്തി ചെയ്തിട്ടുണ്ട് ഈ കളറാണ്. ഈ കളർ ഇവിടെ നിവർത്തി കാണിച്ചിരിക്കുന്നത് കേട്ടോ. ബാക്കി കളറുകളെല്ലാം അവൈലബിൾ ആണ്. റേറ്റ് 125 രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന്.
അപ്പോൾ സാരിക്കാർ കുറേ പേര് ചോദിക്കാറുണ്ട് സാരിക്ക് പറ്റിയ വിട്ട് ഉള്ള കുറേ ഫാബ്രിക്കുകൾ ഉണ്ടോണ്ട്. സാരിക്കൊക്കെ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സ്റ്റാർ ജോർജറ്റ് നമ്മൾ കാണിച്ചിരുന്നു. സ്റ്റാർ ജോർജറ്റും അടിപൊളിയാണ്, സാരിക്ക് പറ്റുന്നതാണ്. ഇതേപോലെ സിൽവർ ലൈൻ ഇല്ല എങ്കിലും ഒരു സിൽക്കി ടൈപ്പാണ് സ്റ്റാർ ജോർജറ്റ്. അതാണ് 78 രൂപയുള്ളൂ. അതും അടിപൊളി ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സ് കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം. സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മുടെ വാട്സാപ്പ് നമ്പർ 2 സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേതിലെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക കേട്ടോ. ഇതിൻ്റെ ബാക്കി കളേഴ്സ് ഞാൻ ചാർട്ട് കാണിച്ചു. ആ ചാർട്ടിലുള്ള അതേ കളേഴ്സ് തന്നെയാണ്. ഷെയ്ഡൊക്കെ അതേപോലെ എല്ലാത്തിലും സെയിം ആയിട്ടാണ് ഈ ഡബിൾ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഡാർക്ക് ലൈറ്റ് ആയിട്ട് വരുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു മെഹന്തി ഗ്രീൻ, ഒരു ചെറുപയർ ഗ്രീൻ ഒക്കെ ആയിട്ട് വരില്ല, ആ ഒരു കളറായിട്ട് ഏകദേശം വരും. അതിൻ്റെ ലൈറ്റ് ഡാർക്ക് ഇതാ. ഓക്കെ, ഇതും ഒരു ഏകദേശം ഒരു ചോക്ലേറ്റ് കളർ, അതിൻ്റെ ഡാർക്ക് ഒക്കെ ആയിട്ട് വരുന്നത്. ഇത് ഏകദേശം ഒരു മെഹന്തിയുടെ കളറാണ് കേട്ടോ, അതിൻ്റെ ഡാർക്ക് ലൈറ്റുമായിട്ട്. ഇതൊരു ഗ്രേയും ബ്ലൂ മിക്സായ ഗ്രേയും കൂടെ വരുന്നത് കേട്ടോ. ഗ്രേ, ഒരു ബ്ലൂ മിക്സായ ഗ്രേ, ക്ലിയർ അല്ലേ? പിന്നെ ഒരു ഗ്രീൻ, ബോട്ടിൽ ഗ്രീനും അതിൻ്റെ ലൈറ്റും ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ. ഇന്നത്തെ ഫാബ്രിക്കുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും അടിപൊളി, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കളറുകളും ഡിസൈനുകളും ലൈനുകളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വന്ന് നോക്കി കളറൊക്കെ നിങ്ങൾക്ക് തൃപ്തിയോടുകൂടി എടുക്കണമെന്നുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് ഇവിടെ വരാം കേട്ടോ. ഷോപ്പിൻ്റെ ടൈം വരുന്നത് മറക്കണ്ട, കാലത്തെ 9 മുതൽ വൈകിട്ട് 7 മണി വരെ ഉള്ളൂ. അതിന് മുമ്പായിട്ട് വരാം. അയ്യോ 7 മണിക്ക് ചെന്നാൽ മതി എന്ന് വിചാരിക്കരുത്, 7 മണിക്ക് സ്റ്റാഫ് പോകുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾ കട്ട് ചെയ്യണം, എടുക്കുകയൊക്കെ വേണം. അപ്പോൾ അത് കണക്കാക്കി നേരത്തെ വരണം. ആ ഒരു 6:45 7 മണി കണക്കാക്കി വരരുത്. ദൂരെ നിന്ന് വരുന്നവരൊക്കെ പ്രത്യേകിച്ച് ലാസ്റ്റ് ബസ് കണക്കാക്കി 6:30 ഇവിടുന്ന് ബസ് ലാസ്റ്റ് ഉള്ളത് തൃശ്ശൂർക്ക് പോകണത് കേട്ടോ. പിന്നെ ബസ്സിൻ്റെ ടൈം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ബസ് ടൈമിംഗ് എന്ന് പറഞ്ഞ് വാട്സാപ്പിലേക്ക് ഒന്ന് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടൈമിംഗ് ഉള്ളൊരു ഷീറ്റ് ഉണ്ട്, അത് അയച്ചു തരാം. അത് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, അത് പറഞ്ഞുതരാം. അപ്പോൾ ആ ടൈം നോക്കി തൃശ്ശൂർ ശക്ത സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് ചേരുംകുഴിക്ക് വരുന്ന ബസ്സുകളുടെ ടൈമും ആ ബസ്സിൻ്റെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഷീറ്റിൽ. അപ്പോൾ അത് ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. ധൈര്യമായിട്ട് ചോദിച്ചു. ഇന്നൊരു ചേച്ചി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട് ചാവക്കാട് നിന്ന് ചേച്ചി കേട്ടോ. ആ ചേച്ചി വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പോൾ ആ ഒരു ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്. അപ്പോൾ ടൈം ഉള്ള ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അത് നോക്കിയിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ ടൈം കണക്കാക്കി വന്നാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് ചിലപ്പോൾ വേസ്റ്റ് ആവും. അത് ഉണ്ടാകാണ്ടിരിക്കാനാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേരുംകുഴിയിലാണ് സ്ഥലം വരുന്നത്, തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. വരാൻ പറ്റാത്തൊരു വിഷമിക്കണ്ട, എല്ലാവരും വരാനല്ല പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചാലും വീട്ടിൽ കിട്ടും, പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ അയച്ചാലും. DTDC ആണെങ്കിലും കുറേ പേർക്ക് കിട്ടാറുണ്ട്. അവർ 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ഡെലിവറി ഉള്ളൂ. പെട്ടെന്ന് കിട്ടണേ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇന്ന് അയച്ചാൽ നാളെ അല്ല പിറ്റേ ദിവസം മാക്സിമം കിട്ടാറുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് DTDC ആശ്രയിക്കുക, പോയി മേടിക്കുന്നത് ഒരു പ്രശ്നമേ ഉള്ളൂ. പോസ്റ്റ് ആകുമ്പോൾ 3 ദിവസം 4 ദിവസം എടുത്താലും കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പറയാൻ കാര്യം കുറേ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ഈ ഓഫറുകളൊക്കെ പറഞ്ഞു. നമ്മളൊരു ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപ്പറ്റി ഒന്ന് പറയട്ടെ. 1000 രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ചുരിദാർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീതിയുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5-1.25 മീറ്റർ കൊടുക്കും. ബാക്കി നോർമൽ വീതിയുള്ളത് 2.5 മീറ്റർ. അത് കുറച്ചൊന്നും ആർക്കും വെറുതെ കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊരു ഉപയോഗപ്പെടുന്ന രീതി മാത്രമേ തന്നിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് തോന്നി മാത്രം തന്നില്ല. അത് ഡാമേജ് ഒന്നും ഇല്ലാണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് തന്നേക്കുന്നത്. ഇല്ലെന്ന് ആരെങ്കിലും പറയില്ല, എനിക്കറിയാം. കുറേ കസ്റ്റമേഴ്സ് കിട്ടിയവരിലൊരു 90% എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ആദ്യം അവർ പറഞ്ഞേക്കുന്നത് ഫ്രീ കിട്ടിയ തന്ന മെറ്റീരിയൽ വളരെ സൂപ്പറായിരുന്നു, ബാക്കിയും സൂപ്പറാന്ന് പറഞ്ഞാൽ കൂടുതലും മെസ്സേജുകൾ ഞാൻ കണ്ടേക്കണേ. അപ്പം നിങ്ങളുടെയൊക്കെ ആ ഒരു ഇതിന് സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ചില ഒരു ഡൗട്ട് പറഞ്ഞത് 1.5 മീറ്റർ എന്ന് പറഞ്ഞ് തന്നെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ 1.5 മീറ്ററിൻ്റെ ഈ വിട്ട് എത്രയാണ്? അത് 58. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് മതിയല്ലോ ടോപ്പ് അടിക്കാൻ. അപ്പോൾ അത് കണക്കാക്കിയാണ് വീതിയുള്ളത് 1.5 വെച്ചേക്കണം കേട്ടോ. അല്ലാതെ 44 വീതിയുള്ളത് 1.5 മീറ്റർ കൊണ്ട് ഒരു ടോപ്പ് വയ്ക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം, എനിക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വെക്കില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങളൊരു കാര്യം ആവശ്യമില്ലാതെ പറഞ്ഞ് പറ്റിക്കത്തില്ല കേട്ടോ. നേരെ പോകും. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും പറയുകയാണ്, പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രോസസ്സിങ്ങിൽ ഇരിക്കുമ്പോൾ കുറേ പേർക്ക് ടെൻഷനാണ്.
ഞാനിപ്പോൾ ഈ വീഡിയോ ലാസ്റ്റാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കാരണം ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ പേർക്ക് ബോർ അടിക്കുന്നവർക്ക് സ്കിപ്പ് ചെയ്യും. അതുകൊണ്ടാണ് കുറേ ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് പറയുന്നതാണ്. ആദ്യം പറയാൻ അതുകൊണ്ടാണ്, കാരണം ഇത് കാത്തിരുന്ന് കാണുമ്പോൾ ആദ്യം പെട്ടെന്ന് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആക്കിയത്. സ്ക്രീൻഷോട്ട് പേയ്മെൻറ്റ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട, ₹1 പോലും നഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെ 48 മണിക്കൂർ അതിൽ കാണിക്കും. ഒന്നുകിൽ എനിക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, മന്നാ കളക്ഷൻ്റെ അക്കൗണ്ടിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട്, നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കിട്ടും. അപ്പോൾ എവിടെയെങ്കിലും വരും, നഷ്ടപ്പെടത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്നു, ചിലർ വീണ്ടും ചെയ്തു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 6-7 കസ്റ്റമർ, അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ ബാങ്കിൻ്റെ സെർവറിൻ്റെ പ്രശ്നമായിരുന്നു. സെർവർ ഡൗൺ കാണിച്ചപ്പോൾ ഇവർ 5 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ പേയ്മെൻറ്റ് ചെയ്തു. അത് 1-2 രൂപയല്ല, 7,000 രൂപ, 3,000 രൂപ, ഇത്ര എമൗണ്ടുകളൊക്കെ 3-4 പ്രാവശ്യം ചെയ്തവരുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് കിട്ടി, പ്രോസസ്സിങ് അങ്ങോട്ട് മാറിയിട്ട് എല്ലാം പെയ്ഡായി. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു വന്നില്ല, ഒക്കെ നമ്മുടെ മന്നാ കളക്ഷൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമറോട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര രൂപയായാലും, 1 രൂപയായാൽ പോലും നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റീഫണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എത്രയോ കസ്റ്റമേഴ്സ് ഇപ്പോഴും അറിയാണ്ട് 1000 അയക്കുന്നതിന് 10,000 ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വെപ്രാളം കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും, ഇവരിപ്പോൾ തന്നെ ടെൻഷൻ അടിച്ചാവും. നിങ്ങൾ ടെൻഷൻ അടിക്കണം, സമാധാനത്തോടെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ അയച്ചപ്പോൾ 1000 അയക്കേണ്ടതിന് അല്ലെങ്കിൽ 1200 അയക്കേണ്ടതിന് 12,000 പോയി, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളെ വിളിച്ചങ്ങോട്ട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇതെന്തിനാ ഇത്ര കാശ് കൂടുതൽ അയച്ചാൽ തെറ്റിയതായിരിക്കുമല്ലേ, അപ്പോൾ അവരറിയുന്നു ഇത്രയും കാശ് പോയല്ലോ എന്ന്. അപ്പം നിങ്ങൾ ഒരു കാര്യത്തിലും പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട, 1 രൂപ പോലും നിങ്ങളെ പറ്റിക്കത്തില്ല കേട്ടോ. വളരെ സത്യസന്ധമായിട്ട് തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയണം കേട്ടോ. ഓക്കെ, അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.